കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മാസത്തിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ദിവസവും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായോ അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം. നമ്മൾ മനസ്സുകൊണ്ടൊന്ന് വേണമെന്ന് കരുതിയാൽ എല്ലാ കാര്യവും നടക്കും. ഇപ്പോൾ നവംബർ മാസമായി, മഴയെല്ലാം ഒന്ന് കുറഞ്ഞ് ചെറുതായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ സമയത്ത് ശീതകാല പച്ചക്കറി കൃഷിയെപ്പറ്റി നമുക്ക് ആലോചിച്ച് തുടങ്ങാവുന്നതാണ്. ശീതകാല പച്ചക്കറി കൃഷിയിൽ കാബേജ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബ്രൊക്കോളി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നടാവുന്നതാണ്. ഇത് എല്ലാതും നമുക്ക് നടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൽ എളുപ്പമായി കൃഷി ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവറും കാബേജും നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നടാവുന്ന ഇനങ്ങളാണ്. ഇവിടെ ഈ ചട്ടിയിൽ നട്ടിരിക്കുന്നതെല്ലാം കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും തൈകളാണ്. ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതല്ല, മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തൈകൾ ആയി തന്നെ വാങ്ങിയതാണ്. ട്രയയിൽ നിന്നും ചട്ടിയിലേക്ക് മാറ്റി നട്ടതേയുള്ളൂ. ഇപ്പോൾ ഈ തൈകൾക്ക് 2 രൂപയായിരുന്ന വില. ഇതിൻ്റെ വിത്തും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാ പച്ചക്കറികൾ ചെടികൾ നടുന്നത് പോലെ തന്നെ നമ്മൾ നടാനെടുക്കുന്ന മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെയായിരിക്കണം. മണ്ണിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറും അതോടൊപ്പം കമ്പോസ്റ്റും ജൈവവളങ്ങളും ചേർത്ത് ഇളക്കി ചേർത്ത മണ്ണിലായിരിക്കണം നമ്മൾ തൈകൾ നടേണ്ടത്. കാബേജും കോളിഫ്ലവറും ഒക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാനായിട്ട്. നട്ട ഉടനെ ഒരാഴ്ചക്കാലം നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ഇതേപോലെയുള്ള ഒരു ചെറിയ തണൽ കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. തൈകൾ നട്ട് 10 ദിവസം കഴിയുമ്പോൾ NPK 19-19-19 3 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോളിഫ്ലവറിനും കാബേജിനും 2 മാസം ആവുന്നതോടുകൂടി പൂക്കൾ വരുന്നത് കാണാം. ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലവർ ഇല കൊണ്ട് തന്നെ ഒന്ന് പൊതിഞ്ഞു കൊടുത്താൽ നല്ല നിറമുള്ള കോളിഫ്ലവർ നമുക്ക് ലഭിക്കും. ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നനക്കുന്ന സമയത്ത് വെള്ളം ഫ്ലവറിലേക്ക് ആവാതെ നനക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കാബേജിന് നന കൊടുക്കുമ്പോഴും ഇലകളിലൊന്നും വെള്ളം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവയുടെ പ്രധാന കീടശല്യം ഇലതിന് പുഴുക്കളാണ്. പുഴുവിൻ്റെ ആക്രമണം കാണുമ്പോൾ തന്നെ ജൈവ കീടനാശിനിയായ ബിവേറിയ 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലതനി പുഴുവിൻ്റെ ശല്യം മാറിക്കിട്ടും. കാബേജും കോളിഫ്ലവറും പോലെ തന്നെ ശൈത്യകാല കൃഷിയിൽ ബീറ്റ്റൂട്ടും അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ബീറ്റ്റൂട്ട് കൃഷിയിലും നല്ല വിളവ് ലഭിക്കും. ഇതാണ് ബീറ്റ്റൂട്ടിൻ്റെ വിത്തുകൾ. നവംബർ പകുതിയോടെ തുലാമഴ അവസാനിച്ച് തണുപ്പ് തുടങ്ങുമ്പോഴാണ് ബീറ്റ്റൂട്ട് നടേണ്ടത്. കാബേജും കോളിഫ്ലവറും ഒക്കെ വിത്തുകൾ പാകി മുളപ്പിച്ച് 4 ഇല പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും നേരിട്ട് വിത്ത് പാകിയാണ് കൃഷി ചെയ്യുന്നത്. കാരണം ഇവയുടെ വേരിൽ നിന്നാണ് വിളവുണ്ടാകുക. അതുകൊണ്ട് മാറ്റി നടാതെ നേരിട്ട് തന്നെ കൃഷി ചെയ്യേണ്ടതുണ്ട്. ബീറ്റ്റൂട്ടിനും ക്യാരറ്റിനും വളം നൽകുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്ക് ചേർത്ത് പുളിപ്പിച്ച് ദ്രാവക രൂപത്തിലുള്ള വളമാണ് നല്ലത്. ബീറ്റ്റൂട്ടിൻ്റെ വിളവെടുപ്പ് കാലം 3 മാസമാണ്. അപ്പോൾ ബീറ്റ്റൂട്ടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മഴ നിൽക്കുന്നതോടുകൂടി നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് തക്കാളി. ഒരു 10 മൂട് തക്കാളി നടുകയാണെങ്കിൽ അതിൽ നിന്നും 7-8 എണ്ണത്തിൽ നിന്നെങ്കിലും നമുക്ക് നല്ല പോലെ വിളവെടുക്കാൻ കഴിയും. എല്ലാ കൃഷിക്കും മണ്ണൊരുക്കം ആവശ്യമാണെങ്കിലും തക്കാളി കൃഷിയുടെ കാര്യത്തിൽ അതിൽ ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കണം നമ്മൾ. കാരണം മണ്ണിൽ നിന്നുള്ള കീടബാധ കൂടുതലായി തക്കാളി കൃഷിയെ ബാധിക്കാറുണ്ട്. തക്കാളി ചെടി വളരുന്നതിനനുസരിച്ച് താങ്ങുകൾ നൽകുകയും ജൈവവളങ്ങളും ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളും നൽകുകയും വേണം. തക്കാളി തൈകൾ 1 മാസം പ്രായമായാൽ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുമ്പോൾ തൈകൾ സ്യൂഡോമോണസ് ലായനിയിൽ ഒന്ന് മുക്കിയെടുത്താൽ കരുത്തായ വളർച്ചയ്ക്ക് സഹായകരമാകും. അതുപോലെ തന്നെ തൈകൾ നട്ട ഉടൻ ചീമക്കൊന്ന പോലെയുള്ള പച്ചിലകൾ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിരകളെ സംരക്ഷിക്കാനും ജൈവ അംശം വർദ്ധിപ്പിക്കാനും സഹായിക്കും. പിന്നെ നവംബറിൽ നന്നായി കായ്ഫലം ലഭിക്കുന്ന പച്ചക്കറി ഇനങ്ങളാണ് വെണ്ടയും പയറുമൊക്കെ. വെണ്ട കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നന്നായി കിളച്ചൊരുക്കി ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് മാത്രം നന കൊടുത്താൽ മതി. വെണ്ട കൃഷിയിൽ ഇലതീനി പുഴുക്കളെ അകറ്റാൻ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കേണ്ടതാണ്. ഇലതീനി പുഴുക്കൾ കൂടാതെ വെണ്ടയിൽ സാധാരണയായി കണ്ടുവരാറുള്ള മറ്റൊരു രോഗമാണ് ഇലമഞ്ഞളിപ്പ് രോഗം. രോഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ വേപ്പദക്ഷിത കീടനാശിനി ഉപയോഗിച്ചാൽ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും.
പയർ കൃഷിയെ പറ്റിയുള്ള വീഡിയോ ഈ അടുത്ത ദിവസങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് പയർ കൃഷിയെപ്പറ്റി അധികമൊന്നും പറയുന്നില്ല. പയർ കൃഷി ചെയ്യാൻ പ്രത്യേക കാലം നോക്കേണ്ടതില്ലെങ്കിലും ഈ നവംബർ മാസത്തിൽ നട്ടാൽ കുറച്ചുകൂടി കൂടുതൽ വിള ലഭിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ സമൃദ്ധമായ പയർ അടുക്കള തോട്ടത്തിൽ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള പച്ചമുളകും ഈ ഒരു സീസണിൽ നല്ല പോലെ ഉണ്ടാകുന്നതാണ്. നല്ല ഇനം വിത്തുകൾ വാങ്ങി മുളപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുകൂടാതെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എല്ലായിടങ്ങളിലും കൃഷിഭവനിൽ നിന്നും നല്ല ഇനം മുളക് തൈകൾ ഇപ്പോൾ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കണം. ഇനി ഇതൊന്നും തരപ്പെട്ടില്ലെങ്കിൽ നാം വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉണക്കമുളകില്ലേ, അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അതൊന്ന് നടുകെ കീറി അതിലെ വിത്ത് പാകി മുളപ്പിച്ചെടുത്താലും അത്യാവശ്യമുള്ള മുളകൊക്കെ നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. പച്ചമുളക് കൃഷി നന്നാക്കിയെടുക്കാനായിട്ട് നാം ദിവസം വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം മാത്രം മതി. വളമായും നല്ലൊരു കീടനാശിനിയായിട്ടും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. മുളക് ഇനത്തിൽപ്പെട്ട കാപ്സിക്കവും കാന്താരി മുളകുമൊക്കെ ഈ സമയത്ത് അടിപൊളിയായിട്ട് വളർന്ന് കായ്ഫലം തരുന്ന സീസൺ തന്നെയാണ് ഈ നവംബർ മാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അധികമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പിടി പയർ കിട്ടിയാലും 2-3 മുളക് കിട്ടിയാലും അതുപോലെ നാം നട്ടു വളർത്തുന്ന ഏത് പച്ചക്കറികൾ കിട്ടിയാലും വല്ലാത്തൊരു സംതൃപ്തിയും രുചിയുമായിരിക്കും അതിനൊക്കെ. കുറച്ച് സമയം മാറ്റിവെച്ച് ജൈവ കൃഷിയിലേക്ക് എല്ലാവരും മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.